കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവിയേ നമഃ. ഇത് ദശമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തില് സ്വയംഭുവ മനുവിന്റെ കഥയാണ് പറയുന്നത്. നമ്മുടെ മുതുമുത്തച്ഛനായ സ്വയംഭുവ മനുവിന്റെ കഥ ചരിതം വർണ്ണിക്കുന്നു. അപ്പോൾ ശ്രീനാരദ മഹർഷി വീണ്ടും ചോദിക്കാൻ തുടങ്ങി. നാരായണ മഹർഷി, വിശ്വത്തിന് മുഴുവൻ ആധാരമായ ദേവീ ചരിതം പാപത്തെ കഴുകിക്കളയുന്നതാണ്. ഓരോ മന്വന്തരങ്ങളിലും ദേവിയുടെ ആവിർഭാവം ഏത് രൂപത്തിലാണ്, ദേവിയുടെ മാഹാത്മ്യവും ആ ദേവിമാരെ ആരെല്ലാമാണ് പൂജിച്ചതെന്നും പറഞ്ഞതെന്നാലും ഭക്തന്മാർക്ക് അഭിഷ്ടദായിനിയായ ദേവിയുടെ മാഹാത്മ്യം കേൾക്കാൻ ഞാൻ വളരെ 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 ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം പറയുകയാണ്, നാരായണ മഹർഷി, ഹേ നാരദ, പണ്ട് ദേവദേവനായ വിഷ്ണുവിന്റെ നാഭിയിലെ പത്മത്തിൽ നിന്നാണ് മഹാതേജസ്വിയ ലോകപിതാമഹൻ ജനിച്ചത്. ആ ചതുരാനനൻ 4 തലയുള്ളവൻ സ്വന്തം മനസ്സുകൊണ്ട് സ്വയംഭുവ മനുവിനെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണ് സ്വയംഭുവ മനു ഉണ്ടായതെന്ന് പറയണു. സ്വയംഭുവ മനുവിന് പത്നിയായി ശതരൂപയെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. പാലാഴിയുടെ തീരത്ത് മനു ദേവിയുടെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കി വാഗ്ഭവ മന്ത്രം ജപിച്ച് പൂജിച്ച് ആരാധിച്ചു. ഈ സ്വയംഭുവ മനു കാമക്രോധാദി ദോഷങ്ങളെ ജയിച്ച് നിരാഹാരനായി ഒറ്റക്കാലിൽ നിന്ന് ദേവിയെ ധ്യാനിച്ച് 1 നൂറ്റാണ്ട് അങ്ങനെ തപസ് ചെയ്തു അദ്ദേഹം. മനുവിന്റെ തപസ്സിൽ സന്തുഷ്ടയായി ദേവി. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, രാജൻ, അങ്ങ് ആഗ്രഹിക്കുന്ന വരം ചോദിച്ചാലും. ഈ വാക്കുകൾ കേട്ട് രാജാവ് ദേവന്മാർക്കും കൂടി ദുർലഭമായ വരം വരിച്ചു. ദേവി വരലക്ഷ്മി, ജഗദ്ധാത്രി, സർവമംഗളമംഗളെ, അവിടുത്തെ കടാക്ഷം കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, ഹരി പരിപാലിക്കുന്നു, മഹാദേവൻ സംഹരിക്കുന്നു. അവിടുത്തെ ആജ്ഞ കൊണ്ട് ദേവേന്ദ്രൻ 3 ലോകങ്ങളും തന്റെ ശാസനയിൽ നിർത്തുന്നു. യമരാജൻ ദണ്ഡനീതി നടപ്പാക്കുന്നു. കുബേരൻ നിധികൾക്കൊക്കെ നാഥനായി വിരാജിക്കുന്നു. ജലത്തിന്റെ അധിപനായ വരുണൻ ഞങ്ങളെ പാലിക്കുന്നതും എല്ലാം അവിടുത്തെ ശാസനപ്രകാരമാണ് പ്രഭു. ഹുതഭുക്കും നിരൃതിയും വായുവും ഈശാനനും ശേഷനും തുടങ്ങിയ എല്ലാ ദേവന്മാരും ഇന്നാളെന്നില്ല അവിടുത്തെ ശക്തിയാൽ വൃദ്ധി പ്രാപിച്ചവരാണ്. എല്ലാം അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രം എന്ന് സ്തുതിച്ചു. ദേവിയെ സ്തുതിച്ചു. ദേവി, അവിടുന്ന് എനിക്ക് വരം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് എൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ളതായിരിക്കണം. അത്രേ അടിയന് ആവശ്യമുള്ളൂ. അവിടുത്തെ വാഗ്ഭവ മന്ത്രം ജപിക്കുന്നവർക്ക് ഉടൻ തന്നെ കാര്യസാധ്യം ഉണ്ടാവുകയും വേണം. ജഗദീശ്വരി, ഈ സംവാദം പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ഭുക്തിയും മുക്തിയും ലഭിക്കട്ടെ. അവർക്ക് അവരുടെ പൂർവ്വജന്മം ഓർമ്മയുണ്ടാവുകയും വേണം. അവർക്ക് വാഗ്മിത്വവും ഉണ്ടാവണം. ജ്ഞാനസിദ്ധിയും കർമ്മസിദ്ധിയും അവർക്കുണ്ടാവണം. അവർക്ക് പുത്രസമ്പത്തും ഉണ്ടാകണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന എന്നുള്ള ഒരു ആവശ്യത്തോടുകൂടി സ്വയംഭുവ മനുവിന്റെ സ്തുതിയോടുകൂടി 1-ാം അധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. ഇനി ദേവിയുടെ വിന്ധ്യാദ്രി ഗമനം. ദേവി വിന്ധ്യാദ്രിയിലേക്ക് ഗമിക്കുകയാണ്. ശ്രീദേവി പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് വിചാരിച്ചതൊക്കെ സാധ്യമായി വരൂട്ടോ. ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ദൈത്യരെ മുച്ചൂട് നശിപ്പിക്കാൻ ശക്തിയുള്ള ഞാൻ അങ്ങയുടെ തപസ് കൊണ്ടും വാഗ്ഭവ മന്ത്രജപത്താലും പ്രസന്നയായിരിക്കുന്നു. നിന്റെ രാജ്യം ശത്രുരഹിതമായിരിക്കട്ടെ. സന്താനവൃദ്ധിയും ദൃഢഭക്തിയും നിനക്കുണ്ടാവട്ടെ. അന്ത്യത്തിൽ മുക്തിയും ലഭിക്കും. മഹാത്മാവായ മനുവിന് വരവും നൽകി ദേവി വിന്ധ്യശൈലത്തിലേക്ക് പോയി. അങ്ങനെ ദേവി പോയി. സൂര്യമാർഗം മുടക്കാനായി വിന്ധ്യപർവ്വതം വളർന്നതിനാൽ കുംഭസംഭവൻ ആ പർവ്വതത്തിന്റെ വളർച്ചയെ തന്റെ തപശക്തി കൊണ്ട് നിർത്തിവെപ്പിച്ചു. വിന്ധ്യപർവ്വതത്തിൽ വാഴുന്ന കൃഷ്ണാനുജയായ ശിവ ലോകമെമ്പാടും പൂജ്യയായവളും വരദേശ്വരിയുമാണ്. ശൗനകാദികൾ ചോദിക്കുകയാണ്, വിന്ധ്യാചലം ഏതാണ്? ഞങ്ങൾക്കതറിയില്ലല്ലോ എന്നാണ്. ആ മഹത്തായ ഉത്തുംഗ ശൈലത്തെ അഗസ്ത്യ മഹർഷി എങ്ങനെയാണ് പഴയ നിലയിലേക്ക് തന്നെ ആക്കിയത് എന്നും
പറഞ്ഞു തരണം. അവിടുത്തെ മുഖപങ്കജത്തിൽ നിന്നും ശ്രീദേവിയുടെ കഥാസുധ എത്ര പാനം ചെയ്തിട്ടും തൃപ്തിയാകുന്നില്ല. പിന്നെയും പിന്നെയും കേൾക്കുവാനുള്ള തൃഷ്ണ വർദ്ധിക്കുകയും ആണ്. അപ്പൊ സൂത മഹാശയം പറയണു, ലോകത്തിലെ എല്ലാ പർവ്വതങ്ങളിലും വെച്ച് ശ്രേഷ്ഠനായിരുന്ന വിന്ധ്യനിൽ ധാരാളം മഹാവനങ്ങളും വലിയ മരങ്ങളും ധാരാളം വല്ലികൾ നിറഞ്ഞ നികുഞ്ചങ്ങളും ഇടതിങ്ങി നിന്നിരുന്നു. ആ വനങ്ങളിൽ അനേകം പക്ഷിമൃഗാദികളും യഥാസുഖം സ്നേഹത്തോടെ വർത്തിച്ചിരുന്നു. ഗന്ധർവന്മാരും കിന്നരന്മാരും അപ്സരസ്സുകളും സ്വൈര്യമായി അവിടെ ആടിപ്പാടി വിഹരിക്കുമായിരുന്നു. ചോലകളും പുഴകളും നിറഞ്ഞ ആ വനത്തിൽ ദേവസ്ത്രീകൾ എപ്പോഴും ഉലാത്തുമായിരുന്നു. ഒരു ദിവസം ദേവർഷി നാരദൻ ദേശങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ട് വിന്ധ്യന്റെ പാർശ്വത്തിലെത്തി. നാരദനെ കണ്ട ഉടൻ വിന്ധ്യൻ എഴുന്നേറ്റ് അർഘ്യപാദ്യങ്ങൾ നൽകി ശ്രേഷ്ഠമായ ആസനവും കൊടുത്തു. യാത്ര ചെയ്ത ക്ഷീണമെല്ലാം തീർന്ന ശേഷം വിന്ധ്യൻ ചോദിച്ചു, ദേവർഷേ, അങ്ങ് എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്? അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എൻ്റെ ഭവനം പരിപാവനമായി. അങ്ങും ലോകാനുഗ്രഹത്തിനായി സൂര്യനെ പോലെ ചരിക്കുകയാണല്ലോ. അങ്ങയുടെ ആഗമനോദ്ദേശം അറിയിച്ചാലും. എന്താണ് ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീനാരദ മഹർഷി പറയുകയാണ്, ഹേ ഇന്ദ്രശത്രു, ഞാൻ മഹാമേരുവിൽ നിന്നാണ് വരുന്നത്. അവിടെ ദേവന്മാരുടെയും ഇന്ദ്രൻ തല അർത്ഥത്തിലെ വിന്ധ്യൻ, അതാണ് ഇന്ദ്രശത്രു എന്ന് വെച്ചത്. ദേവന്മാരുടെയും ഇന്ദ്രാദി ലോകപാലന്മാരുടെയും മനോഹരമായ സൗധങ്ങളുണ്ട് അവിടെ. ഇത്രയും പറഞ്ഞ് നാരദനൊരു ദീർഘശ്വാസം വിട്ടു. അയ്യോ, ഇത് ഇത്ര വലിയ ദീർഘശ്വാസം! നാരദന്റെ നെടുവീർപ്പ് കണ്ടപ്പോൾ വിന്ധ്യൻ ചോദിച്ചു, ഋഷേ, അങ്ങ് എന്തിനാണ് ഇപ്പൊ നെടുവീർപ്പിട്ടത്? ഇപ്പൊ നാരദൻ പറഞ്ഞു, പുത്രാ, ഞാൻ അതിന്റെ കാരണം പറയാട്ടോ. ശിവന്റെ ശുശ്വരനായ ഹിമാലയം ഉണ്ടല്ലോ, എല്ലാ പർവ്വതങ്ങൾക്കും സംപൂജ്യനാണ് അങ്ങ്. അവിടുന്ന് ഈ ഹിമാലയം. അതിന് കാരണം ജാമാതാവും ബന്ധുവുമായി മഹാദേവനും ഉണ്ടല്ലോ. ശിവഭഗവാന്റെ ഭവനമായതുകൊണ്ട് കൈലാസവും പാപങ്ങളെല്ലാം പോക്കുന്നവനും പർവ്വതങ്ങളിൽ വെച്ച് സംപൂജ്യനുമായി നീലപർവ്വതവും നിഷധപർവ്വതവും ഗന്ധമാദന പർവ്വതവും അതാത് സ്ഥലങ്ങളിൽ പൂജ്യരായ ശൈലങ്ങളാണ് എന്ന് പറഞ്ഞു. ഗ്രഹങ്ങളോടും നക്ഷത്രങ്ങളോടും കൂടി സഹസ്രകിരണനായ ആദിത്യൻ മേരുപർവ്വതത്തെ സദാ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ മേരുപർവ്വതം താനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്ക് തുല്യനായി മറ്റൊരു പർവ്വതവും ഇല്ലെന്നും ഊറ്റം കൊള്ളുന്നു. മേരുപർവ്വതത്തിന്റെ അഹങ്കാരം കണ്ടിട്ടാണ് ഞാൻ നെടുവീർപ്പിട്ടത്, വേറൊന്നും കൊണ്ടുമല്ല. തപോബലമുള്ളവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ലെങ്കിലും സന്ദർഭവശാൽ പറഞ്ഞുപോയി എന്ന് മാത്രം. താൻ പോവുകയാണെന്നും പറഞ്ഞ് നാരദ മഹർഷി യാത്രയാവുകയും ചെയ്തു. ഇതെന്തിനി ഒരു സൂത്രമാണ്. നാരദ മഹർഷിക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സൂത്രം ഉണ്ടല്ലോ, ഒരു കുസൃതി, അതിപ്പോ കാട്ടുകയാണ് അവിടെ. അപ്പൊ വിന്ധ്യന്റെ ഭാനുമാർഗ നിരോധനം. വിന്ധ്യൻ എങ്ങനെ വളരാൻ തുടങ്ങും ഇപ്പോ. ഇപ്രകാരം വിന്ധ്യനോട് പറഞ്ഞതിന് ശേഷം ദേവർഷി നാരദൻ ബ്രഹ്മലോകത്തേക്ക് തിരിച്ചുപോയി. അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകളെ പറ്റി തന്നെ ചിന്തിച്ച് 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 വിന്ധ്യൻ ചിന്താകുലനായി. മേരുപർവ്വതത്തെ കീഴടക്കാൻ ഉപായം എന്താണെന്ന് ചിന്തിച്ച് വിന്ധ്യന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ആദിത്യൻ മേരുവിന് ദിവസവും പ്രദക്ഷിണം ചെയ്യുന്നുണ്ടല്ലോ. ഗ്രഹനക്ഷത്രങ്ങളോടുകൂടിയ ആ പ്രദക്ഷിണം ഞാൻ എൻ്റെ ശൃംഗങ്ങളെ കൊണ്ട് തടയുന്നുണ്ട്. കാണാലോ, കളിന്നാണ്. മേരുപർവ്വതത്തിന് ഇങ്ങനെ പ്രദക്ഷിണം വെക്കല. വിന്ധ്യൻ തന്റെ ശൃംഗങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിച്ച് സൂര്യൻ ഉദിക്കുന്നതും കാത്ത് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് കാത്തിരുന്നു. ഇതന്നെ ശ്രീനാരദ മഹർഷിക്കും വേണ്ടി വന്നത്. നേരം പുലരാറായി. ആദിത്യൻ തന്റെ കിരണങ്ങളെ കൊണ്ട് ഇരുട്ടിനകറ്റാൻ പൂർവാതിയിലെത്തി. ആദിത്യന്റെ കിരണങ്ങളേറ്റ് ആകാശത്തിൽ വെളിച്ചം വീശി തുടങ്ങി. ലോകമെമ്പാടും തങ്ങളുടെ പ്രവൃത്തികൾ ആരംഭിച്ചു തുടങ്ങി. താമരകൾ വിടർന്നു, ആമ്പലുകൾ കൂമ്പിത്തുടങ്ങി. ദേവതകൾക്ക് കൗവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആദിത്യൻ കിഴക്കുഭാഗം വിട്ട് വന്യദിക്കിനെയും ആശ്വസിപ്പിച്ച് യമദിക്കിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ലെന്ന് സാരഥിയായ അരുണൻ പറഞ്ഞു. ഭഗവാനെ, അങ്ങ് മേരുവിനെ പ്രദക്ഷിണം ചെയ്യുക. കാരണം വിന്ധ്യന് മേരുവിനോട് വിദ്വേഷമുണ്ട്. അതുകൊണ്ട് വിന്ധ്യൻ തന്റെ ശൃംഗങ്ങളെ ഉയർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രഭോ. അരുണന്റെ വാക്കുകൾ കേട്ട് ആദിത്യൻ പറഞ്ഞു, താരാപഥമാർഗം നിരോധിക്കുകയോ? അത്ഭുതം തന്നെയാണല്ലോ അത്.
അഹങ്കാരം വർദ്ധിച്ചാൽ ശൂരനായ ഒരാൾ എന്തു തന്നെ ചെയ്യുകയില്ല. നമ്മുടെ വഴി തടസ്സപ്പെട്ടു. രാഹുവിന്റെ കയ്യിൽ കൂടി ഒരു നിമിഷം നിൽക്കാത്ത ഞാൻ ഇതാ മുന്നോട്ട് പോകാനാവാതെ കഷ്ടപ്പെടുന്നു. ഇപ്രകാരം സൂര്യമാർഗം നിരോധിക്കപ്പെട്ടപ്പോൾ ലോകപാലന്മാരും ദേവന്മാരും മനുഷ്യരും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കും. വിധിയെ തടുക്കാൻ ആർക്ക് സാധിക്കും? ലോകം നിശ്ചലമായി. പടിഞ്ഞാറും തെക്കും താമസിക്കുന്നവർ രാത്രി അവസാനിക്കാത്ത കാരണം ഉറങ്ങി തന്നെ കിടന്നു. പൊൽനാലല്ലേ എണീക്കണ്ടു. സൂര്യൻ ഉദിച്ചാലല്ലോ ഉറങ്ങെഴുന്നേക്കണ്ടു. രാത്രി എഴുന്നേക്കാൻ പറ്റുമോ? കിഴക്കുഭാഗത്തുള്ളവരും വടക്കുഭാഗത്തുള്ളവരും വെയിലിന്റെ ചൂടേറ്റ് അവശരായി. ചിലർ ചൂടേറ്റ് മരിച്ചു വീണു തുടങ്ങി. ആഹാ എന്ന നിലവിളികൾ മുഴങ്ങി. യജ്ഞവും ബലിയും ഇല്ലാതെ ദേവന്മാരും മനുഷ്യരും ഇത് കർത്തവ്യതാമുഖരായി നിന്നുപോയിട്ടോ. ചിത്രഗുപ്തൻ തുടങ്ങിയവർക്ക് കാലത്തെപ്പറ്റി ബോധമുണ്ടാക്കുന്നത് രവിയാണ്. ആ രവിയുടെ മാർഗമാണ് വിന്ധ്യൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അതിനെന്തായാലും ഒരു പ്രതിക്രിയ ഇല്ലാതിരിക്കൂല. നമുക്ക് ഇന്നത്തെ ഭാഗം രവിമാർഗ നിരോധം എന്ന 3-ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് ഇനി നാളത്തെ ഭാഗം നാളെ പറയാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.